ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കൊഴുക്കട്ട. ഇത് അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ്. ഇത് മധുരമുള്ളതും മധുരമില്ലാത്തതും നമ്മളിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ മധുരമുള്ള കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ശർക്കര ചീകി എടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് തേങ്ങ വിളയിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ശർക്കരയ്ക്കകത്തൊരു വെള്ളം ഒഴിച്ചത് എന്തിനാ വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉരുകി കഴിയുമ്പോൾ അതിനകത്ത് കരടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. അപ്പോൾ ഞാനിതിന് മുന്നേ അരിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നേരിട്ട് തന്നെ തേങ്ങ ചേർക്കുവാണ്. ഇത് ശർക്കരയും തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇങ്ങനെ ലൂസായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ തേങ്ങ ഇട്ടേച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ഏലക്ക നന്നായിട്ട് പൊടിച്ചെടുത്താം കേട്ടോ. ഒരു നുള്ള് ഉപ്പ്. ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കുന്ന ഈ ഒരു മെത്തേഡിന് തേങ്ങ വിളയിക്കുന്നതാട്ടാ പറയുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചെറുകിയിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര ചീകിയിട്ട് അതുപോലെ ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ട് അങ്ങനെ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അവലൊക്കെ നനയ്ക്കാൻ വേണ്ടി എടുക്കത്തില്ലേ, അതുപോലെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തേങ്ങയ്ക്കകത്ത് കുറച്ച് പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ടിട്ട് അങ്ങനെയും മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 3 മെത്തേഡിലും മധുരം ചേർത്ത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിനി മാവ് ഒന്ന് കുഴച്ചെടുക്കാം. പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളത്തിൻ്റെ അകത്ത് ഒന്നും ചേർത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള വെള്ളം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് പൊടിയിലേക്ക് ഒഴിക്കാം. ഇതിനായിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. മധുരം ഉള്ളതിനും മധുരം ഇല്ലാത്തതിനൊക്കെ ഈ ഒരു ഉപ്പ് മതി കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് തവി കൊണ്ട് തന്നെ ആദ്യം ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് ഇളക്കി വെച്ചാൽ മതി. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ ആണ് ഇതിനും കുഴക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ആദ്യമേ തന്നെ കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ എപ്പോഴും തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. നമ്മൾ വെള്ളത്തിലേക്ക് പൊടി ഇടുമ്പോൾ ചിലപ്പോൾ പൊടി കൂടിപ്പോകാനോ അല്ലെങ്കിൽ പൊടി കുറഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതല കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊടി എടുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പൊടിയോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും കൂടിപ്പോകത്തില്ല. കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കിതാണ് വശം. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ വശം പോലെ നിങ്ങൾ കുഴച്ചോളൂ കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ നമുക്ക് കൈയിട്ട് കുഴയ്ക്കാൻ പറ്റത്തില്ലല്ലോ. ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതൊന്ന് കുഴച്ച് ഒന്ന് മയപ്പെടുത്തിയെടുക്കണം. പറഞ്ഞുകൊണ്ട് ഒരുപാടൊന്നും കുഴക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് എന്താ പറയുക, നല്ലൊരു മയം വരുന്ന രീതിയിൽ കൊഴുക്കട്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവം നമ്മൾ ഞാൻ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന അതേപോലെ തന്നെയാണ് കൊഴുക്കട്ടയ്ക്കും കുഴയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഇടിയപ്പത്തിന് ഒരു പരുവവും കൊഴുക്കട്ടയ്ക്ക് ഒരു പരുവം അങ്ങനെയൊന്നുമില്ല. രണ്ടിനും ഒരേപോലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. മാവ് ഇപ്പോൾ അതാ ഈ ഒരു പരുവമായിട്ടുണ്ട്. ചൂടൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് മയപ്പെടുത്തിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ കയ്യിലൊന്ന് ചെറുതായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂത്തിട്ട് ഇതൊന്ന് ആക്കി കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും പറ്റത്തില്ല. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവമാണ്. നല്ല ഇങ്ങനെ ഒരുപാട് സമയം നമ്മളിങ്ങനെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു നല്ലൊരു മയം ആയ മാത്രം മതി കേട്ടോ. ഇതേപോലെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ ശർക്കര വിളയിച്ചതും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആദ്യമേ എന്തായാലും നമ്മൾ കയ്യിലൊന്ന് എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം കുറച്ച് മാവെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് കയ്യെ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ടി കുറച്ചിങ്ങനെ എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, ശർക്കര വിളയിച്ചത്,
ഇതാ ഇതിങ്ങനെ വെച്ച് കൊടുക്കാൻ നടക്കൂട്ട്. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇങ്ങനെ ഉരുട്ടിയിട്ട് വീണ്ടും ഇതിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി നല്ല ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇങ്ങനെ ക്ലോസ് ചെയ്യാം. എൻ്റെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ, ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഒരു അടയുടെ ഷേപ്പ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മച്ചി ഉണ്ടാക്കലുണ്ട്. ഇതിപ്പോൾ നമുക്കിപ്പം ഉരുണ്ട ഷേപ്പിലാണ് വേണ്ടത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 4 എണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി മാവിൽ നമ്മൾ മധുരം ഇല്ലാതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സെയിം മാവ് തന്നെയാണ്. അതിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കും കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ കിടക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ അതൊക്കെ ഇഷ്ടംപോലെ ചേർത്തോളൂ കേട്ടോ. അതൊക്കെ അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ആദ്യം ചേർത്തിരിക്കുന്ന ആ ഉപ്പ് തന്നെ ഇതിന് മതി കേട്ടോ. എന്നിട്ട് ഈ ജീരകവും തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. പിന്നെ തേങ്ങ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. തേങ്ങയുടെയും ആ ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല രസമാട്ടോ ഇത്. അപ്പോൾ ഇത് ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയും കഴിക്കാം കേട്ടോ. ഇത് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ, മമ്മിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് റൗണ്ട് ഷേപ്പൊന്നും അരക്കത്തില്ല കേട്ടോ. അതായത് ഇതുപോലത്തെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇത് ഈ ഒരു ഷേപ്പിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വിരലിൻ്റെയൊക്കെ ഒരു പാടൊക്കെ അതിനകത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ഇതുപോലെ. ഇത് സാധാരണ ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി മാവൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ ആക്കിയെടുക്കലുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിങ്ങനെ ഇങ്ങനെ. അപ്പം അതിന് ഇങ്ങനത്തെ ഷേപ്പായിരിക്കും കേട്ടോ. ഇവിടെ ആ വിരലിൻ്റെയൊക്കെ ഒരു പാട് വരും എൻ്റെ അടുത്ത് ഇതേപോലെ. അപ്പോൾ അതും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം. കൊഴുക്കട്ട ഉരുട്ടുന്ന സമയത്ത് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തട്ടിറക്കി വെക്കണേണ്. അപ്പം ഇങ്ങനെ ഒരു തട്ടുണ്ടെങ്കിൽ അത് ഇറക്കി വെക്കുക. ഇത് നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുന്ന തട്ടാട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ ഇറക്കി വെക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ചാലും മതി കേട്ടോ. ഇതിലേക്ക് നമ്മുടെ കൊഴുക്കട്ട വെക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് നേരം ഒന്ന് പുഴുങ്ങാം കേട്ടോ. അപ്പോൾ പുഴുങ്ങുമ്പോൾ ആദ്യമേ ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതൊന്നൊരു ലോ ഫ്ലെയിമിലോട്ട് ആക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അടിപൊളി. ഇനി ഇതിൻ്റെ അകത്തൊന്ന് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാം. അതല്ലെങ്കിൽ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മധുരമുള്ളതും ഇത് മധുരമില്ലാത്ത കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനത് ഒരെണ്ണം മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് വെച്ച് അരിപ്പൊടി വെച്ച് മാത്രമല്ല, നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും നമുക്ക് ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.